പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കൊച്ചുത്രേസ്യ സ്പിരിച്വൽ സെൻ്ററിന് വേണ്ടി നിങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും ആദ്യമേ നന്ദി പറയുന്നു. നമ്മൾ ഇപ്പോൾ നടത്തുന്നത് മനഃശാസ്ത്രത്തിലൂടെയുള്ള ഒരു യാത്രയാണല്ലോ. ഫസ്റ്റ് ക്ലാസ്സായിട്ട് മനഃശാസ്ത്രത്തിൻ്റെ ആമുഖം നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ ക്ലാസ്സിൽ എന്താണ് വ്യക്തിത്വം എന്ന് നമ്മൾ പറഞ്ഞു. പേഴ്സണാലിറ്റി, പെർസോൺ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. നമ്മുടെ വികാരങ്ങളും നമ്മുടെ ചിന്തകളും നമ്മുടെ പെരുമാറ്റങ്ങളും എപ്പോഴും സ്ഥായിയായിട്ട് നിൽക്കുമ്പോഴാണ്, അല്ലെങ്കിൽ കൺസിസ്റ്റൻ്റായിട്ട് നിലനിൽക്കുമ്പോഴാണ് അതിനെ വ്യക്തിത്വം എന്ന് അറിയാൻ സാധിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. ഇന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ മനഃശാസ്ത്രത്തിൻ്റെ ആമുഖം, വ്യക്തിത്വം എന്നുള്ള രണ്ടാമത്തെ ക്ലാസ്. ഇത് രണ്ടും കേൾക്കാത്തവർ അതൊന്ന് പോയി കേൾക്കണം, എന്നിട്ട് മൂന്നാമത്തെ ക്ലാസ് കേൾക്കണം. കാരണം ഇതൊരു തുടർച്ചയാണല്ലോ. മനഃശാസ്ത്രത്തെക്കുറിച്ച് നമ്മൾക്ക് ബോധ്യങ്ങളുണ്ടാവുക, അറിവുണ്ടാവുക, മറ്റുള്ളവർക്കും നമുക്കും അത് സഹായകമായി തീരുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നതാണല്ലോ. അപ്പോൾ ഇന്ന് വ്യക്തിത്വ വൈകല്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുവാനായിട്ട് പോവുകയാണ്. വ്യക്തിത്വം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ എപ്പോഴും ഒരേപോലെ നിലനിൽക്കുമ്പോഴാണ് അതിനെ വ്യക്തിത്വം അഥവാ പേഴ്സണാലിറ്റി എന്ന് പറയുക. പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്തകൾ, നമ്മുടെ വികാരങ്ങൾ ഇതിന് ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോഴാണ് അതിനെ വ്യക്തിത്വ വൈകല്യം എന്ന് നമ്മൾ പറയുക. വ്യക്തിത്വ വൈകല്യത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ പറയുന്നതും വ്യക്തിത്വ വൈകല്യങ്ങളിൽ തന്നെ 10 തരത്തിലുള്ള വ്യക്തിത്വ വൈകല്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ ഇത് ജോസഫിനുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ഔസേപ്പിനുണ്ടല്ലോ, അല്ലെങ്കിൽ ത്രേസ്യാമയ്ക്കുണ്ടല്ലോ, അല്ലെങ്കിൽ മേരിക്കുണ്ടല്ലോ എന്നൊന്നും പറയുവാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല. ഒരു സംഭവം ഞാൻ നിങ്ങളെ അറിയിക്കാം. ഒരിക്കൽ ഇറ്റലിയിൽ നിന്നൊരച്ഛൻ ആഫ്രിക്കക്കാരെ കുറിച്ച് പഠിക്കാനായിട്ട് ആഫ്രിക്കയിലേക്ക് പോയി. 35 വർഷം അദ്ദേഹം അവിടെ താമസിച്ചു. 35 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇറ്റലിയിലേക്ക് വീണ്ടും തിരിച്ചെത്തി. അപ്പോൾ സഹവൈദികർ അദ്ദേഹത്തോട് ചോദിച്ചു, ആഫ്രിക്കൻസിനെ കുറിച്ച് എന്ത് പഠിച്ചു എന്ന്. അപ്പം അദ്ദേഹം ഇപ്രകാരമാണ് പറഞ്ഞത്, നൊണോ കപ്പിത്തെ നിയൻത്തെ, എനിക്ക് ഒന്നും മനസ്സിലായില്ല. അതിലൂടെ അദ്ദേഹം ഒരു തത്വം ലോകത്തിന് നൽകുകയാണ് ചെയ്യുന്നത്. നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയില്ല. മറിച്ച് മറ്റുള്ളവരെ നമ്മൾ മനസ്സിലാക്കി എന്ന് നമ്മൾ പറയുമ്പോൾ അത്രത്തോളം നമ്മൾ നമ്മെ മനസ്സിലാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്ക് നമ്മെക്കുറിച്ചുള്ള ആഴമായിട്ടുള്ള ബോധ്യമാണ് നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് മനഃശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ടത്. രണ്ടാമതായിട്ട് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇപ്രകാരമാണ്. നമുക്കറിയാം 1952 മുതൽ അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെ DSM എന്നൊരു മാനദണ്ഡം നമുക്കുണ്ട്. ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ ഇതിൻ്റെ 5ാമത്തെ എഡിഷൻ്റെ ടെസ്റ്റ് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റൊന്നുണ്ട്, ലോക ആരോഗ്യ സംഘടനയുടെ മറ്റൊരു മാനദണ്ഡം ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്. അപ്പം ഇത് രണ്ടുമുണ്ട്. ഈ 2 മാനദണ്ഡങ്ങൾ വെച്ചാണ് നമ്മൾ ഒരു രോഗിയെ കണ്ടെത്തുന്നത്. ഒരു സൈക്കാട്രിസ്റ്റിന്, ഒരു സൈക്കോളജിസ്റ്റിന് പോലും പ്രഥമ ദൃഷ്ട്യാ ഒരാളെ ഇന്ന രോഗിയാണെന്ന് പറയാനായിട്ട് യാതൊരു അവകാശവുമില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരായ നമുക്കൊട്ടുമില്ല എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമുക്കറിയില്ല
ഒരാളെ നമ്മൾ രോഗിയായിട്ട് കാണണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മുഴുവനും നമുക്ക് അറിയേണ്ടി വരും. ഗർഭപാത്രത്തിലായിരുന്ന നിമിഷം മുതൽ, പ്രസവിച്ച സമയം, അവൻ്റെ സ്കൂൾ സമയം, അവൻ ഇപ്പോൾ ജോലിയിലാണെങ്കിൽ ജോലി സ്ഥലം, വിവാഹിതനാണെങ്കിൽ വിവാഹവുമായി ബന്ധപ്പെട്ട്, ഇങ്ങനെ എല്ലാ മേഖലകളും നമ്മൾ പഠിച്ചാലാണ് ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോൾ DSM, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ, ICD, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ആദ്യത്തേത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ്റെയാണ്. രണ്ടാമത്തേത് എന്താണ്? ലോകാരോഗ്യ സംഘടനയുടേതാണ്. അപ്പം ഇത് രണ്ടും ഇരുന്ന് പഠിച്ചാണ് സൈക്കാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് വിവിധ ടെസ്റ്റുകൾ നടത്തിയിട്ടാണ് ഇദ്ദേഹത്തിന് എന്തെങ്കിലും രോഗമുണ്ടോ, ഇനി രോഗമുണ്ടെങ്കിൽ അത് സിവിയർ ആണോ അല്ലെങ്കിൽ മൈൽഡ് ആണോ എന്നറിയും, കഠിനമാണോ അതോ ലഘുവാണോ എന്നൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ ഇത് പഠിക്കുന്നത് എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവുക, നമുക്കത് മനസ്സിലാക്കിയിരിക്കുക. ഇനി നമ്മൾക്ക് തന്നെ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഒരു തോന്നലുണ്ടാവുകയാണെങ്കിൽ നമുക്കതൊന്ന് കറക്റ്റ് ചെയ്യാനൊക്കെ നമ്മുടെ തലങ്ങളിലായിരുന്നു കൊണ്ട് ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പം വ്യക്തിത്വ വൈകല്യങ്ങൾ 10 എണ്ണമുണ്ട്. ഇതിനെ 3 ഗ്രൂപ്പുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ പെടുന്നവരുടെ പൊതുവായിട്ടുള്ള സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുക, ഒറ്റപ്പെട്ട് കഴിയുക, അതുപോലെ വികാരങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കുക. ഇവർ സമൂഹമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല, ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് വികാരങ്ങൾ, സന്തോഷം ഉണ്ടായാലും സങ്കടം ഉണ്ടായാലും വലിയ പ്രകടനങ്ങളൊന്നും ഉണ്ടാവില്ല. ഇത്തരക്കാരെയാണ് ഗ്രൂപ്പ് 1 ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങളുള്ള 1-ാം ഗ്രൂപ്പിൽപ്പെട്ടവർ 3 തരത്തിലുണ്ട്. ഒന്നാമതായിട്ട് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും, അല്ലെങ്കിൽ സംശയരോഗം. ഒരു കാരണവും ഉണ്ടാവുകയില്ല, സത്യങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ പോലും അവർക്ക് സംശയമായിരിക്കും. അപ്പനെ സംശയം, അമ്മയെ സംശയം, മക്കളെ സംശയം, ഭാര്യയെ സംശയം, ഭർത്താവിനെ സംശയം, അയൽവക്കാരെ സംശയം, കൂട്ടുകാരെ സംശയം. ഇങ്ങനെ ഒരു സംശയത്തിൻ്റെ ഒരു ആകെത്തുകയായിട്ട് ഇനി ഇവരുടെ ജീവിതത്തിലുണ്ടാകുന്ന പാകപ്പിഴകൾക്കൊക്കെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്നവരായിരിക്കുക. ഗ്രൂപ്പ് 1 രണ്ടാമത്തെ തരക്കാരെ നമ്മൾ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ അകന്നു നിൽക്കുന്നവരെന്ന് പറയാൻ സാധിക്കും. കൂട്ടുകാർ വേണ്ട, വീട്ടുകാരിൽ വളരെ അടുത്ത 1-2 പേരായിരിക്കും ഇവരുടെ കൂട്ടുകാർ. മുറിയിൽ തനിച്ചിരിക്കുക, തനിയെ ചെയ്യാൻ പറ്റാവുന്ന ജോലി കണ്ടെത്തുക, തനിയായിരിക്കാനായിട്ട് പുസ്തകങ്ങളെ തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ഒരു വിഭാഗക്കാരായിരിക്കും ഗ്രൂപ്പ് 1 രണ്ടാമത്തെ തരക്കാർ. ഇനി ഗ്രൂപ്പ് 1 മൂന്നാമത്തെ തരക്കാർ സ്കിറ്റ്സോ ടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് ഇവർക്കുള്ള ചിന്തകൾ വലിയ അസാധാരണമായിട്ടുള്ള ചിന്തകളാണ്. അവരുടെ ചിന്തകൾക്കൊക്കെ ഒരു പ്രത്യേകതയുണ്ട്. എനിക്ക് വേണമെങ്കിൽ ആത്മാവിനെ വിളിച്ചു വരുത്താൻ പറ്റും, എനിക്ക് വേണമെങ്കിൽ മന്ത്രവാദങ്ങളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വ്യക്തിത്വ വൈകല്യങ്ങൾ 10 തരക്കാരായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. ഈ 3 ഗ്രൂപ്പിലെ ഒന്നാമത്തെ ഗ്രൂപ്പിലെ 3 തരക്കാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് 1 പ്രത്യേകത സമൂഹത്തിൽ നിന്ന് പാടെ അകന്നു നിൽക്കുന്നവരായിരിക്കും, തനിയെ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിരിക്കും, വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാത്തവരായിരിക്കും. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പുണ്ട്. വ്യക്തിത്വ വൈകല്യങ്ങളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. 10 തരത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ മനസ്സിലാക്കി, അതിൽ 3 തരക്കാരുണ്ടെന്ന് മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പ്രത്യേകത നാടകീയമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. നാടകീയമായിട്ട് ചിന്തിക്കും, അതുപോലെ വികാരങ്ങൾക്കൊന്നും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കുകയില്ല. പിന്നീട് എല്ലാവരുടെയും ആകർഷണം, തന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, തന്നെ എല്ലാവരും കണക്കാക്കണം, തന്നെ എല്ലാവരും പരിഗണിക്കണം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഒന്നാമത്തെ തരക്കാരെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത്
എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ വികാരങ്ങൾക്ക് ഒരു നിയന്ത്രണവും ഉണ്ടായിരിക്കില്ല. സ്വയം മുറിവേൽപ്പിക്കുക, മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക, പെട്ടെന്ന് എന്തെങ്കിലും ചെന്ന് എടുത്ത് ചാടുക, എന്നിട്ട് മനസ്തപിക്കോ? ഇല്ല, കുറച്ചേരം മിണ്ടാതിരിക്കും, പിന്നെ അതേ തെറ്റ് തന്നെ വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അല്ലെങ്കിൽ വികാരങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തവർ. രണ്ടാമതായിട്ട് രണ്ടാം ഗ്രൂപ്പിലെ രണ്ടാമത്തെ തരക്കാർ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് നിയമ ലംഘകരായിരിക്കും ഇവർ, എല്ലാത്തിനെയും അതിലംഘിക്കുന്നവർ, എതിർക്കുന്നവരായിരിക്കും ഇവർ. രണ്ടാമത്തെ ഗ്രൂപ്പിലെ മൂന്നാമത്തെ തരക്കാർ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. അതായത് ആത്മരതി അല്ലെങ്കിൽ സ്വയം പ്രേമം എന്നാണ് ഇതിനെ മലയാളത്തിൽ പറയുന്നത്. എല്ലാവരും തന്നെ സ്നേഹിക്കണം, എല്ലാവരും തന്നെ മനസ്സിലാക്കണം, എല്ലാവരും തന്നെ അംഗീകരിക്കണം, എല്ലാവരും തന്നെ ബഹുമാനിക്കണം, എല്ലാവരും തന്നെ പരിഗണിക്കണം. ഇങ്ങനൊരു ചിന്താഗതിയുള്ളവരാണ് നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ രണ്ടാം ഗ്രൂപ്പിലെ മൂന്നാമത്തെ തരക്കാർ. രണ്ടാം ഗ്രൂപ്പിലെ നാലാമത്തെ തരക്കാരെ ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം. ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ താനായിരിക്കണം ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടുത്തെ പ്രധാനപ്പെട്ട വ്യക്തി. എല്ലാവരും തന്നെ പരിഗണിക്കണം, എല്ലാവരും തന്നെ ശ്രദ്ധിക്കണം, അതിനുവേണ്ടി എന്തും കാണിക്കാനായിട്ട് അവർ തയ്യാറായിരിക്കും. അവർ എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് അറ്റൻഷൻ എന്ന് പറയില്ലേ, എല്ലാവരും തന്നെ മാത്രം കണക്കാക്കണം. ഇങ്ങനെ രണ്ടാമത്തെ ഗ്രൂപ്പ് വ്യക്തിത്വ വൈകല്യങ്ങൾ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. 10 തരക്കാരുണ്ട്. അതിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നമ്മൾ കണ്ടു. രണ്ടാമത്തെ ഗ്രൂപ്പ് 4 തരക്കാരുണ്ട്. രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചാൽ നാടകീയമായിട്ട് പെരുമാറുന്നവരും ചിന്തിക്കുന്നവരുമായിരിക്കും, വികാരങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്തവരായിരിക്കും, പിന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ തന്നിലേക്ക് തന്നെ എത്തി നിൽക്കണമെന്ന് ചിന്തിക്കുന്ന വിഭാഗക്കാരായിരിക്കും. ഇതിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, വികാരത്തിന് യാതൊരു കൺട്രോളും ഇല്ലാത്തവരായിരിക്കും. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, നിയമങ്ങൾ എപ്പോഴും ലംഘിക്കുന്നവരായിരിക്കും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആത്മരതി, എല്ലാവരും തന്നെ ബഹുമാനിക്കണം, എല്ലാവരും തന്നെ ആദരിക്കണം, എല്ലാവരും തന്നെ കണക്കാക്കണം. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പിലെ 4ാമത്തെ തരക്കാരെ ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയാം. അതായത് സെൻറ്റർ ഓഫ് അറ്റൻഷൻ, താനാണ് അവിടുത്തെ എല്ലാവരും ശ്രദ്ധാകേന്ദ്രം. അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അവർ പെട്ടെന്ന് ഡിമ്മാവുകയോ അല്ലെങ്കിൽ എഴുന്നേറ്റ് പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ വ്യക്തിത്വ വൈകല്യങ്ങളെ 10 തരക്കാരുണ്ട്, 3 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും നമ്മൾ മനസ്സിലാക്കി. ഇനി 3ാമത്തെ ഗ്രൂപ്പിന് പ്രത്യേകതയുണ്ട്. പേടി, ഭയം, ഉത്കണ്ഠ, എപ്പോഴും വിഷമിച്ചോ അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമുള്ളവരായിരിക്കും. ഇതിൽ ഒന്നാമത്തെ തരക്കാർ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റിയാണ്, അതായത് പേഴ്സണാലിറ്റി ഡിസോർഡറാണ്. അവർ എല്ലാത്തിനെയും അവഗണിക്കുന്നവരായിരിക്കും. നമ്മൾ ഒന്നാമത്തെ ഗ്രൂപ്പിൽ സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റിയെക്കുറിച്ച് പഠിച്ചു. അവരും എല്ലാം അവഗണിക്കുന്നവരാണ്. അവർ അവഗണിക്കുന്നത് അവർക്കത് വേണ്ടാത്തത് കൊണ്ടാണ്. എന്നാൽ അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റിയിൽ അവരെല്ലാം അവഗണിക്കുന്നതിന് കാരണം താൻ ഒറ്റപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമാണ്. അപ്പം ഞാനൊരു ഉദാഹരണത്തിന് ഒരു സുഹൃത്ത് വലയത്തിലേക്ക് ചെന്നു, എല്ലാവരുമായിട്ട് ഇടപഴകി, പക്ഷെ ആരും എന്നെ പരിഗണിക്കുന്നില്ല. ഇങ്ങനൊരു ചിന്തയാണ്. താൻ പോവുകയും അതിലിടപഴകുകയും ചെയ്യുന്നു, പക്ഷെ തന്നെ ആരും പരിഗണിക്കുന്നില്ല. അന്നങ്ങനെ താൻ ഒറ്റപ്പെടുമെന്നുള്ള ഭയം കൊണ്ട് അകന്നു നിൽക്കുന്നവരാണ് അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി. ഇനി ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റിയാണ് 3ാമത്തെ ഗ്രൂപ്പിലെ 2ാമത്തെ തരക്കാർ. ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതായത് എപ്പോഴും ആശ്രയിക്കുകയാണ്. അമ്മയെ ഇപ്പം എൻ്റെ ഷർട്ട് ഇട്ടാൽ നന്നായിരിക്കുമോ, അമ്മയെ കറിക്ക് ഇങ്ങനെയാണ് അരിയുന്നത്, അമ്മയെ ടേബിൾ തുടയ്ക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനെ തുടച്ചാൽ മതിയോ, അമ്മയെ ഈ ജോലി ഞാൻ തിരഞ്ഞെടുക്കണോ, അപ്പൻ എന്ത് പറയുന്നു. കാരണം എല്ലാത്തിലും ഇവർക്ക് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കും. മറ്റുള്ളവർ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, ഇങ്ങനെ പൂർണ്ണമായിട്ടും മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു തരക്കാരായിരിക്കും. 3ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട വ്യക്തിത്വ വൈകല്യങ്ങളെ 3 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിരിക്കുന്നു. 3ാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട 2ാമത്തെ തരക്കാരാണ് ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്.
ഇനി മൂന്നാമത്തെ ഗ്രൂപ്പിൽപ്പെട്ട മൂന്നാമത്തെ തരക്കാരാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയും. അതായത് പൂർണ്ണതയാണ്. അവരൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പെർഫെക്റ്റായിട്ട് ചെയ്യും. പിന്നെ ഇവരുടെ വൈകല്യമായിട്ട് ആയിത്തീരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുറി ക്ലീൻ ചെയ്താൽ അത് പോരാ, ടേബിളിൻ്റെ മാറ്റ് ഷീറ്റ് വിരിച്ചിട്ട് അത് പോരാ, വാതിലടച്ചാൽ അടച്ചാവോ, വീണ്ടും വീണ്ടും അത് പോയി നോക്കിക്കൊണ്ടിരിക്കും. ഇങ്ങനെ എപ്പോഴും അത് ശരിയായോ, ഇനി ഇവരൊരു ജോലി ഏൽപ്പിച്ചാലോ അത് അവർ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കില്ല, അല്ലെങ്കിൽ മറ്റൊരാൾ അത് തിരിച്ച് ഏൽപ്പിക്കില്ല. കാരണം വെച്ചാൽ താൻ ചെയ്താൽ അത് ശരിയാവുള്ളൂ എന്ന് ചിന്ത. അപ്പം ഇങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങളെ 3 ഗ്രൂപ്പുകളിലായിട്ട് 10 തരക്കാരായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത്. വ്യക്തിത്വ വൈകല്യങ്ങളിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് നമുക്ക് മനസ്സിലായി, സമൂഹവുമായിട്ട് ഇടപഴകാത്തവരായിരിക്കും, ഒറ്റപ്പെട്ട് നിൽക്കുന്നവരായിരിക്കും, പിന്നെ വികാരങ്ങൾ പ്രകടിപ്പിക്കാത്തവരായിരിക്കും. അത് 3 തരക്കാരുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. പാരാനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ലെങ്കിൽ സംശയം, സ്കിറ്റ്സോയിഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എല്ലാത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവർ, അല്ലെങ്കിൽ സ്കിറ്റ്സോ ടൈപ്പിൽ അസാധാരണമായിട്ടുള്ള ചിന്തകളുള്ളവർ. ഇനി വ്യക്തിത്വ വൈകല്യങ്ങളെ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ പൊതുവായിട്ടുള്ള പ്രത്യേകത നാടകീയമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കും. അതുപോലെ വികാരങ്ങൾക്ക് യാതൊരു നിയന്ത്രണവുമില്ലാത്തവരായിരിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് അവർക്ക് എല്ലാവരുടെയും ആകർഷണം, സെൻറ്റർ ഓഫ് അറ്റൻഷൻ ആയിരിക്കണം. ഇത് 4 തരക്കാരുണ്ട്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി, വികാരങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്തവരായിരിക്കും. ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി, സമൂഹ നിയമങ്ങൾ ലംഘിക്കുന്നവരായിരിക്കും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി, എല്ലാവരും സ്വയം ആദരിക്കുന്നവനും മറ്റുള്ളവർ തന്നെ ആദരിക്കണമെന്ന് ചിന്തിക്കുന്ന സ്വയം പ്രേമികളായിരിക്കും. ഹിസ്റ്റീരിയോണിക് പേഴ്സണാലിറ്റി, സെൻറ്റർ ഓഫ് അറ്റൻഷൻ, എല്ലാവരും എന്നെ മാത്രം ആ സമൂഹത്തെ ശ്രദ്ധിക്കണമെന്ന് ചിന്തിക്കുന്നവരായിരിക്കും. വ്യക്തിത്വ വൈകല്യങ്ങളിലെ മൂന്നാമത്തെ വിഭാഗത്തിൻ്റെ പൊതുവായ പ്രത്യേകത ഉത്കണ്ഠ, ഭയം, പേടി, എപ്പോഴും കുറിച്ച് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുക, ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള ഭയം. ഇതിൽ 3 തരക്കാരുണ്ട്. അവോയ്ഡൻ്റ് പേഴ്സണാലിറ്റി, എല്ലാത്തിനെയും അകന്ന് മാറ്റി നിർത്തുന്നവർ. ഡിപ്പെൻഡൻ്റ് പേഴ്സണാലിറ്റി, മറ്റുള്ളവരെ ഒരുപാട് ആശ്രയിക്കുന്നവർ. പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ, എല്ലാവരും ഡിസോർഡർ ആണ് കേട്ടോ. അതായത് പരിപൂർണതയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും തൃപ്തിയില്ലാതെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുള്ളവർ. ഇങ്ങനെ വ്യക്തിത്വ വൈകല്യങ്ങൾ 3 ഘട്ടങ്ങളിലായിട്ട്, 3 ഗ്രൂപ്പുകളിലായിട്ട് 10 തരത്തിലുണ്ട്. എപ്പോഴും ഓർമ്മിക്കുക, ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലാക്കിയിട്ട് നമുക്ക് വല്ല തിരുത്തലുകൾ നടത്താനുണ്ടെങ്കിൽ നമുക്ക് തിരുത്തലുകൾ നടത്താൻ വേണ്ടിയാണ്, ഒരിക്കലും മറ്റുള്ളവരെ ആരോപിക്കുവാൻ വേണ്ടിയായിട്ടല്ല. ഇനി നമുക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ അങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥത ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മൈൽഡ്, ലഘുവായിട്ടാണോ അല്ലെങ്കിൽ സിവിയർ ആയിട്ടാണോ എന്നൊക്കെ അറിയാനായിട്ട് നമുക്കൊരു സൈക്കാട്രിസ്റ്റിനെയോ ഒരു സൈക്കോളജിസ്റ്റിനെയോ നമുക്ക് സമീപിക്കാം. അവർ നടത്തുന്ന DSM ടെസ്റ്റ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓർ ലോകാരോഗ്യ സംഘടനയുടെ ICD ടെസ്റ്റ്, ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ്, ഇങ്ങനെ 2 ടെസ്റ്റുകൾ നടത്തി അവരൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ട് നമ്മളെ സഹായിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള രോഗനിർണയം സംഭവിക്കുക. ഒരു കൊച്ചു സംഭവം കൂടി പറയാം. ഒരിക്കലൊരു അമ്മയും അപ്പനും കുട്ടിയും കൂടി എൻ്റെ അരികത്ത് വന്നു. കുട്ടിക്ക് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ അഥവാ OCD ആണെന്ന് പറഞ്ഞു. ഞാനൊന്നും പറഞ്ഞില്ല, നമ്മൾ കുറേ നേരം സംസാരിച്ചു. ആ കുട്ടി പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഈ മാതാപിതാക്കൾ ഈ കുട്ടിയെയും കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ മറ്റൊരു ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഇവന് OCD അല്ല, ചൈൽഡിഷ് ആറ്റിറ്റ്യൂഡാണ്, കുട്ടിത്തത്തിൻ്റെ പ്രവർത്തനങ്ങളാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ്, ഒരുപക്ഷേ നമ്മൾ ഇത്രയും കാൽക്കുലേഷനൊക്കെ നടത്തിയാലും ചിലപ്പോൾ നമ്മളുടെ രോഗനിർണയത്തിൽ വരെ തെറ്റുകൾ സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അനുദിന ജീവിതത്തിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക, കാര്യങ്ങൾ പരമാവധി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക, ഇതിൻ്റെ സാഹചര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ബോധ്യം ഉണ്ടാവുക. അങ്ങനെ വ്യക്തമായിട്ടുള്ളൊരു നിഗമനത്തിൽ എത്തിച്ചേരാനായിട്ട് നമുക്ക്, ഞാൻ പറയില്ലേ, നമ്മൾ സൈക്കോളജി പഠിക്കുന്നത് എന്തിനാണ്? നമുക്ക് നമ്മെക്കുറിച്ച് അറിയുവാനാണ്.
നമ്മെക്കുറിച്ച് നമ്മൾ എത്രത്തോളം ആഴത്തിൽ അറിയുന്നുവോ അത്രത്തോളം മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പം അതുകൊണ്ട് ഇപ്പം ഏതൊരു കൗൺസിലിംഗ് പഠിക്കുന്ന വ്യക്തികളും കൗൺസിലിങ്ങിന് പോകുമെന്ന് പറയും. ഞാൻ ഏകദേശം 8 വർഷം കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്. കാരണം എനിക്ക് എന്നെക്കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിച്ചാൽ, എനിക്ക് എന്നെക്കുറിച്ച് എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചാലേ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് സൈക്കോളജി ഗവേഷണങ്ങളിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ വരണം, കമൻ്റ് എഴുതണം. നമ്മുടെ സൈക്കോളജി ക്ലാസ്സുകളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഇതുവരെയും കൊച്ചു തെരേസ സ്പിരിച്വൽ സെൻ്റർ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രോത്സാഹനങ്ങൾക്കും തുടർന്നും നൽകാൻ പോകുന്ന പ്രോത്സാഹനങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. മറ്റുള്ളവരിലേക്ക് നമ്മുടെ സന്ദേശങ്ങൾ എത്തിക്കണം. എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു ചാനലായിട്ട് കൊച്ചു തെരേസ സ്പിരിച്വൽ സെൻ്റർ വളരണം എന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.